രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി. രാഹുലിനെ ആക്രമിക്കുന്നത് പാർട്ടിയെ തളർത്തുമെന്ന് മൻസൂർ. മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസ് അനുഭാവികൾ രാഹുലിന് പ്രതിരോധ കവചം തീർക്കും. ഒരു പരാതി പോലും ഇല്ലാതെ എന്തിനാണ് ആ കുട്ടിയെ ക്രൂശിക്കുന്നത് എന്നാണ് വോട്ടമ്മ ചോദിക്കുന്നതെന്നും മൻസൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, നിയമ നടപടി സ്വീകരിക്കണം, അതിന് സംവിധാനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിനോട് ജനങ്ങൾക്ക് യോജിക്കും. ജനങ്ങൾ ഇതിന് ഒരു തെളിവും ഇല്ലല്ലോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ ചോദിക്കുന്നത് ഇത് ഇത്രയായിട്ട് ഒരു തെളിവോ പരാതിക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പിന്നെ എന്തിനാണ് ആ കുട്ടിയെ ക്രൂശിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അഖില, പണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. മലയാളികൾ ഏറെ സ്നേഹത്തോടെ ഓർത്തു വെക്കുന്ന ഒരു വേദനയോടെ ഓർത്തു വെക്കുന്ന ഒരു വാചകമാണ്, എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നൊരു ചോദ്യം. അത് നമുക്കറിയാം മലയാളികൾ എത്ര വേദനയോടെയാണ് ആ വാക്ക് കേട്ടതെന്ന്. നമുക്ക് കേൾക്കുമ്പോൾ യാദൃശ്ചികമായി ഈ രണ്ട് വരികൾ തമ്മിൽ സാമ്യം തോന്നുമെങ്കിലും രണ്ടിൻ്റെയും പശ്ചാത്തലം ഒന്നല്ല, രണ്ടിൻ്റെയും സ്വഭാവം ഒന്നല്ല. ഒന്ന്, ഈ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ആരോപണം ഉന്നയിച്ച് ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു മാനനഷ്ടത്തിന് പരാതി പോലും കൊടുക്കാത്ത രാഹുൽ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയെ വീണ്ടും സംരക്ഷിക്കാനും ഗ്ലോറിഫൈ ചെയ്യാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ തുടർച്ചയാണ് ഈ വാചകമെന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. രാഹുലിന് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഇപ്പോഴും പിന്തുണ നൽകാൻ ആളുകളുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നത് കൂടിയാണ്. മാത്രമല്ല, വി.ഡി. സതീശനെതിരെ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സൈബർ ഇടങ്ങളിൽ നടന്ന സമാനതകളില്ലാത്ത അതിക്രമം അതിപ്പോഴും തുടരുകയാണ്. രാഹുലും വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ നിലപാടെടുക്കുന്നത് ശരിയായ സമീപനമല്ല എന്നുള്ളതാണ് ഈ പിന്തുണയ്ക്കുന്ന ആളുകൾ വാദിക്കുന്നത്. ഇതിന് വി.ഡി. സതീശൻ തന്നെ മറുപടി പറയേണ്ട സാഹചര്യം വന്നു. താൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ലെന്നും അത് കൂട്ടായ തീരുമാനമാണെന്ന് പ്രതിപക്ഷ നേതാവിന് വരെ പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയും നഗരസഭയിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രകടമായി പ്രത്യക്ഷമായി രംഗത്തിറങ്ങി രാഹുലിന് പിന്തുണ നൽകുന്നത്. ഇത്തരത്തിൽ സംരക്ഷണം നൽകും, കോൺഗ്രസ് അനുഭാവികൾ ഇത്തരത്തിൽ സംരക്ഷണം നൽകുമെന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയാണ്. അതായത് രാഹുലിന് വേണ്ടി ഇത്തരത്തിലുള്ള നടപടികളെങ്കിൽ എല്ലാം എടുത്തെങ്കിൽ കൂടിയും കോൺഗ്രസിനുള്ളിൽ സജീവമായി ഇടപെടാൻ വാദിക്കാൻ ആളുകൾ ഇപ്പോഴുമുണ്ട്. ആ വാദമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറമെ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കൂടി രംഗത്ത് വരുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഖില, ഒരു കാര്യം കൂടിയുണ്ട്. രാഹുൽ പാലക്കാട്ടേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്നുകൂടി ഓർക്കേണ്ടതാണ്.